അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഇന്നും എൻ്റെ മകൾ വരച്ച ഒരു ചിത്രം കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇന്നത്തെ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഒരു 3D ആർട്ടാണ്. 3D ചിത്രം വരച്ച പോലെയാണ് വരച്ചിട്ടുള്ളത്. കൂടുതലായി ഒന്നും ഞാൻ പറയുന്നില്ല. നമുക്ക് ഏതായാലും ആ വീഡിയോ കണ്ടുകൊണ്ട് സംസാരിക്കാം. വീഡിയോ കാണുന്ന സമയത്ത് താഴെയുള്ള ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഇത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ഐക്കൺ അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് ഏതായാലും മകൾ വരക്കുന്ന ചിത്രം ഒന്ന് കണ്ടാലോ. ആദ്യം ഒരു പേപ്പറിൽ ഒരു കോമ്പസ് വെച്ചിട്ട് ഒരു റൗണ്ട് വരക്കുകയാണ്. ആ റൗണ്ട് വരച്ചിട്ട് ഒരുപാട് വരകൾ വരക്കുന്നുണ്ട്. ആ റൗണ്ട് പെന്നുകൊണ്ട് വരച്ചിട്ടില്ല, ചെറിയ ഒരു അതിന്റെ ആകൃതി വരച്ചതേ ഉള്ളൂ. എന്നിട്ട് പെന്നുകൊണ്ട് വരക്കുന്ന സമയത്ത് അതിന് കണക്കായിട്ട് അവിടെ ഒരു റൗണ്ടാക്കി വരക്കുകയാണ്. ഞാൻ സ്പീഡാക്കി കാണിച്ചു തരാം, അല്ലെങ്കിൽ കുറെ ടൈം എടുക്കും. നാല് ഭാഗവും വരച്ചു. എന്നിട്ട് ആ റൗണ്ടുള്ള ഭാഗത്ത് വളഞ്ഞ് വളഞ്ഞ് വരക്കുകയാണ്. എനിക്കൊന്നും മനസ്സിലായില്ല ആദ്യം കാണുന്ന സമയത്ത്. പിന്നെ അതിന് കറുത്ത കളർ കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ കറുത്ത കളർ കൊടുക്കുന്നത് ഒന്നിടവിട്ടിട്ടാണ് കൊടുക്കുന്നുള്ളത്. അത് എവിടെയെങ്കിലും രണ്ടിടവിട്ടിട്ടോ അല്ലെങ്കിൽ അടുത്തടുത്തോ ആയിപ്പോയാൽ മൊത്തം പാളും, മൊത്തം തെറ്റിപ്പോകും. അങ്ങനെ വരച്ചിട്ട് അവസാനം ആ റൗണ്ടിനകത്തും അതുപോലെ തന്നെ വരച്ചു. ഇതിന്റെ അവസാനമാണ് കാണേണ്ടത്. അങ്ങനെ മുഴുവനായതിനു ശേഷം അതിന് ചുവപ്പ് കളറും കൂടെ ചെറിയതായിട്ടൊന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം മഞ്ഞ, അതുപോലെ തന്നെ നീല, ഈ 3 കളറുകളാണ് അതിൽ കൊടുക്കുന്നുള്ളത്. അതിന്റെ റിസൾട്ട് കണ്ടില്ലേ എങ്ങനെയുണ്ട്? ആ റൗണ്ടുള്ള ആ ഒരു ബോൾ ഉണ്ടല്ലോ, അതിങ്ങനെ എന്താ എടുത്ത് ചാടാൻ നിൽക്കുന്നത് പോലെ അല്ലെ? ഈ 3D ഫോട്ടോ ഒക്കെ കാണുന്ന പോലെ ഒരു ജീവൻ തുടിക്കുന്ന പോലെ അല്ലേ? മാഷാ അല്ലാഹ്, ഭംഗിയായിട്ടില്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് താഴെ കമന്റ് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇടുന്ന കമന്റുകൾക്ക് മകള് തന്നെ ആയിരിക്കും റിപ്ലൈ തരുന്നുണ്ടാവുക. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല, ഒരു ലൈക്ക്, ഒരു കമന്റ്. എന്നാൽ മകൾക്ക് അതൊരു പ്രോത്സാഹനമാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തെരുമാറാവട്ടെ. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഇഖ്ലാസും അദവും കുരുത്തവും പൊരുത്തവും ഇൽമും ഹിഫ്ളും ഉള്ള മക്കളാക്കി തെരുമാറാവട്ടെ. മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന മക്കളാക്കി തെരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.